വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വ്യത്യസ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ പുറത്ത് ഈ കാണുന്ന പോലെ മഞ്ഞ് കൊണ്ട് നിറഞ്ഞൊരു സിറ്റുവേഷൻ ആണ്. മലകളും മൊത്തം നമ്മുടെ ബാക്കിലൊക്കെ ആണെങ്കിൽ കൂന കൂട്ടിയിട്ടേക്കുന്ന ഇതേപോലെ മഞ്ഞിന്റെ നടുവിൽ നിന്നാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടിയും വളരെ സ്പെഷ്യൽ ആണ്. നമ്മൾ വണ്ടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ടൊയോട്ടയുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയാ റിലയബിൾ ആയിട്ടുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട നമ്മുടെ കൊറോളയുടെ എല്ലിയാണ്. എല്ലിന്റെ തന്നെ ഹൈബ്രിഡ് കൂടിയാണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഇപ്പൊ ഇത് കിടക്കുന്നത് മഞ്ഞത്താണ്. ഇത് മരുഭൂമിയിലാണെങ്കിലും ഇതേ പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ മഞ്ഞത്താണെങ്കിലും ഇതേ പെർഫോമൻസ് ആണ്. അതുപോലെ ഇത് ഏത് ടെറൈൻ ആയിക്കോട്ടെ അവിടെയൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു നല്ലൊരു കിടുക്കം വണ്ടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ ഞാൻ എന്തായാലും പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും വണ്ടിയുടെ സ്റ്റൈലിംഗിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഫ്രണ്ട് സ്റ്റൈലിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഹെഡ് ലാമ്പ് നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഡേ ടൈം റണ്ണിങ് ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, ഞാൻ അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വണ്ടികളുണ്ട്, ബട്ട് സ്റ്റിൽ നമ്മളിപ്പോ ടൊയോട്ടയുടെ വണ്ടികൾ നോക്കുവാണെങ്കിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഗ്രില്ലും കാര്യങ്ങളിലൊക്കെ ഇപ്പൊ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആ ടൊയോട്ടയുടെ ലോഗോ ഒക്കെ നീല ലോഗോ ആണ് വരുന്നത്. കാരണം നമ്മുടെ ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നീല ലോഗോയിലാണ് നമുക്ക് ടൊയോട്ടയുടെ ലോഗോ കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഈ ടൊയോട്ടയുടെ കൊറോളയിൽ വന്ന ഇവല്യൂഷൻ അല്ലെങ്കിൽ ഇവോൾവ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതി ശരിക്കും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഞാൻ ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഓരോ കാലഘട്ടത്തിൽ എന്തൊക്കെ ഡിഫറൻസ് അല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ ഡിഫറൻസ് ചേഞ്ച് എന്നൊക്കെ ഉള്ളത്. നമ്മൾ ഈ സൈഡ് പ്രൊഫൈലിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു 15 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് വരുന്നത്. നമുക്ക് പ്രൊഫൈൽ വരുന്നത് 195/65 R15 ആണ് നമുക്ക് ഇതിന്റെ ഒരു പ്രൊഫൈൽ വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് അലോയ്സ് നമുക്ക് വരുന്നുണ്ട്. അലോയ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് ഒരു അലുമിനിയം ആ ഒരു ടോണിലുള്ള ഒരു അലോയ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഭയങ്കരമായ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ഒന്നുമല്ല, പക്ഷെ നമുക്ക് എന്താ പറയാ റിലയബിലിറ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എഞ്ചിൻ വരുന്നുണ്ട്, നല്ലൊരു ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് എന്താ പറയാ ആവശ്യത്തിന് വേണ്ട എല്ലാ ഫീച്ചറുകളും വരുന്നുണ്ട്. നമുക്ക് അഡാസ് ഫീച്ചറുകൾ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ലൈൻ കീപ്പ് അസിസ്റ്റ് പോലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡഡ് ആണ്. പിന്നെ എന്താ പറയാ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് വരുന്നുണ്ട്. അതിനകത്താണെങ്കിലും നമുക്കൊരു ബോഡി കളേർഡ് ആയിട്ടുള്ള ആ ഒരു മിറേഴ്സ് വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ഒരുപാട് എന്താ പറയാ കട്ടുകളോ ക്രീസുകളോ ഒന്നും ഇല്ലാത്ത ഒരു വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിന്റെ പർപ്പസ് എന്തായാലും അത് മീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ടൊയോട്ട എന്നും നമുക്ക് എന്താ പറയാ തന്നുകൊണ്ടിരിക്കുന്നതും ഇനി തരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിലൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2026 RAV4 വരുന്നുണ്ട്. RAV4ന്റെ ഡിസൈൻ ഒക്കെ വളരെ പോളറൈസ്ഡും അല്ലെങ്കിൽ എന്താ പറയാ വളരെ ഫ്യൂച്ചറിസ്റ്റിക്കുമാണ്. അങ്ങനത്തെ സാധനങ്ങളും ടൊയോട്ട പടച്ചിറക്കി വിടുന്നുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡോർ ഹാൻഡിൽസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ബോഡി കളേർഡ് ആണ് വരുന്നത്. ഇങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് നമ്മുടെ സൈഡ് പ്രൊഫൈൽ നമുക്ക് പറയാനൊന്നുമില്ല. സെഡാൻ ആണ്. സെഡാൻ്റെതായ ആ ഒരു കർവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഷാർപ്പിൻ ആന്റിന വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഒക്കെ ആണെങ്കിലും വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞുള്ള പർപ്പസ് മീറ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ ടൊയോട്ട എപ്പോഴും തരുന്നത്. ഇത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു എന്താ പറയാ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് അല്ല ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് വരുന്നത്. അതിനകത്ത് കൊറോളയുടെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോഴത്തേനും HEV അല്ലെങ്കിൽ എല്ലി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലി ആണ്. അതുപോലെ HEV എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡിന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അതുപോലെ ടൊയോട്ടയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ടൊയോട്ട നീല നിറത്തിലുള്ള ബാഡ്ജിങ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇനി ഇതിന്റെ നമ്മൾ ഈ ബൂട്ടൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ല സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു 3-4 പെട്ടിയൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. ലൈറ്റ്സ് വരുന്നുണ്ട്. ലൈറ്റ്സ് ഇതിന്റെ അടിയിലായിട്ടാണ് ഇതിന്റെ ലൈറ്റ്സ് വരുന്നത്. സ്പെയർ ടയർ ഇതിനകത്ത് വരുന്നില്ല. അതിന് പകരം നമുക്ക് ആ ഒരു പഞ്ചർ കിറ്റ് ആണ് വരുന്നത്. അപ്പൊ അത്രയാണ് നമുക്ക് ഇതിന്റെ ബാക്കിൽ നിന്ന് കിട്ടുന്ന ഫീല്. അപ്പൊ നമ്മൾ ഇനി കൂടുതൽ പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് അകത്ത് പോയിട്ട് അകത്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വിൻഡോ റോൾ ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്. മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണാൻ പറ്റുന്ന പോലെ 1 ലിറ്ററിന്റെ ഒക്കെ ഒരു ബോട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് എന്താ പറയാ വീണ്ടും പർപ്പസ് മീറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ ആ ഒരു ഡോർ പാഡ് യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ ഈ അകത്തോട്ട് വരുമ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കണ്ണിലേക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് യൂണിറ്റും അതുപോലെ ഈ ഒരു ഇൻഫോടൈൻമെന്റും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ഒക്കെ ഒരു ഫോർമാറ്റിംഗ് ഒക്കെ ആണെങ്കിലും വളരെ
എന്താ പറയാ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ടൊയോട്ട കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ഡിസ്പ്ലേന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ് ഇവിടെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതിന്റെയൊക്കെ ആണെങ്കിലും ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ വൈപ്പർ ഡീഫ്രോസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ആയിട്ടാണ് നമുക്ക് ആ ഒരു എന്താ പറയാ നമ്മുടെ ആ ഒരു ഫ്യൂവലിന്റെ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു പോർഷൻ വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ കാണുന്ന ഈ ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ലിവർ ആണ് വരുന്നത്. മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതാണ് നമുക്ക് ഇതിന്റെ ഒരു AC വെന്റ് വരുന്നത്. നല്ലൊരു എന്താ പറയാ ഒരു നോർമൽ ആയിട്ടുള്ള AC വെന്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിലും എന്താ പറയാ ഒരു നൈസ് ആയിട്ടുള്ള ഒരു എല്ലിയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ അല്ല നമുക്ക് വരുന്നത്, നോർമൽ സ്റ്റിയറിംഗ് വീൽ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഇതിന്റെ വോളിയം കൺട്രോൾസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും ക്രൂയിസ് കൺട്രോളിന്റെ ബട്ടൺസ് നമുക്ക് കാണാൻ പറ്റും. ക്രൂയിസ് കൺട്രോളിൽ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ലൈൻ കീപ്പ് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കത് ഈ ഒരു ഡിസ്പ്ലേയിലൂടെ നമുക്കത് കാണാനും നമുക്ക് പറ്റും. വളരെ ഫ്യൂവൽ എക്കണോമിക്കൽ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ഈ ഒരു ടൊയോട്ടന്റെ കൊറോള വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് രണ്ടും അനലോഗ് ഗേജ് നമുക്ക് ഈ രണ്ട് സൈഡുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹീറ്റിങ്ങിന്റെ ആ ഒരു ഈ ഗേജും അതുപോലെ ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഫ്യൂവലിന്റെ ഗേജും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നടുക്കായിട്ട് നമുക്കൊരു എന്താ പറയാ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് വരുന്നത്. ആ ഡിസ്പ്ലേ യൂണിറ്റ് ഒക്കെ ആണെങ്കിലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇത് കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു PCS-ഉം ലൈൻ കീപ്പ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലേക്കൊക്കെ വരുമ്പോഴത്തേനും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ആണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ്ലി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഹസാർഡിന്റെ ബട്ടൺ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു AC കൺട്രോൾസ് വരുന്നത്. ഇതിപ്പോ സിംഗിൾ സോൺ ആയിട്ടുള്ള ഒരു AC കൺട്രോൾ ആണ്. ഇതിന്റെ ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഡ്യുവൽ സോൺ ആയിട്ടുള്ള AC കൺട്രോൾസ് വരുന്നതാണ്. അതുപോലെ ഈക്കോ ഹീറ്റിൽ അല്ലെങ്കിൽ കൂളായിട്ട് നമുക്ക് AC-ന്റെ കൺട്രോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓഫ് ആക്കാം ഓൺ ആക്കാം. അതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ AC-ന്റെ പെർഫോമൻസിൽ നമുക്ക് ഡിഫറൻസ് വരും. താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ ഹീറ്റഡ് സീറ്റ്സിന്റെ ബട്ടൺസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് ഓഫ് ഓൺ അല്ലെ ഹൈ ലോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡ്രൈവർ സൈഡ് പാസഞ്ചർ സൈഡും ആണെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ഒരു സ്റ്റോറേജ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു LE പ്രീമിയം വരുന്നുണ്ട്. LE പ്രീമിയത്തിലാണ് നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയാ ആ ഒരു വയർലെസ് ചാർജിങ് ഒക്കെ നമുക്ക് അതിനകത്ത് വരുന്നത്. നമുക്ക് ഇവിടെ ചെറിയൊരു USB Type-C-ന്റെ ഒരു ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ ഇതിന്റെ ഗിയർ ലിവർ വരുന്നത്. വളരെ എന്താ പറയാ ഒരു നോർമൽ ആയിട്ട് ഒരു ഡേ ടു ഡേ ലൈഫിലൊക്കെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗിയർ കോൺഫിഗറേഷൻ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഇതിനകത്ത് പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതുപോലെ ബാറ്ററിയിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഒക്കെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. 2 ഡ്രൈവ് മോഡ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഈക്കോയും നോർമലും ആണ് നമുക്ക് ഇതിനകത്ത് ഡ്രൈവ് മോഡ്സ് വരുന്നത്. ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. EV മോഡിന്റെ ആ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആംബ്രസ്റ്റിന്റെ ഒക്കെ ഒരു ഫീൽ നമുക്ക് വരുന്നത്. ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡിന് ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ആംബ്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഡീസന്റ് സ്പേസ് വരുന്നുണ്ട്. അതിനകത്ത് ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു USB Type-C-ന്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടീന്റെ ഒരു എന്താ പറയാ ഇതിന്റെ ഒരു ഭയങ്കര പോർഷൻ ഒന്നും അല്ല, പക്ഷെ എല്ലാ ഫീച്ചറുകളും തന്നെയുണ്ട്. നമുക്ക് ഹീറ്റഡ് സീറ്റ്സും അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ ഒരുപാട് എക്സ്പെൻസീവ് അല്ലാണ്ട് നമുക്ക് ഇത് മേടിക്കാനും പറ്റും. ഇത് ഹൈബ്രിഡ് കൂടിയാണ്. ഇതൊക്കെ ഒരു $30,000 നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു $2,000 ആ ഒരു പ്രീമിയം ഇത് എടുക്കുവാണെങ്കിൽ നമുക്ക് സൺറൂഫും അതുപോലെ വയർലെസ് ചാർജിങ്ങിന്റെ പാഡും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രീമിയം വേർഷനും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മതി. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും $30,000 വരുന്നുള്ളൂ. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് കൊണ്ട് നടക്കാൻ റിലയബിൾ ആയിട്ടും അതുപോലെ എന്താ പറയാ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് വിൽക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ പോലും മാർക്കറ്റിൽ വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ഒരു വണ്ടി കൂടിയാണ്. അപ്പൊ നമുക്കിനി എന്തായാലും നമുക്ക് ആ ഒരു പാസഞ്ചർ സൈഡ് കൂടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സൈഡ് പാസഞ്ചർ സൈഡിൽ ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വിൻഡോ റോൾ ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒന്നുമല്ല, നമുക്ക് പ്ലാസ്റ്റിക് ഉള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്കൊരു ഒരു ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും ഗ്ലോ ബോക്സ് ഒക്കെ ആണെങ്കിൽ ഡീസന്റ് സ്പേസ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഒരു ടോപ്പ് വേർഷനിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സ്പേസ് ഒക്കെ
അത്യാവശ്യം എന്താ പറയുക, ഒരു കുറച്ചും കൂടെ നമുക്ക് ആ ടച്ച് ആൻഡ് ഫിനിഷ് ഒക്കെ കുറച്ചും കൂടെ നമുക്കൊരു പ്രീമിയം ഫിനിഷ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് മാനുവലി നമുക്കുള്ള ഒരു മിറേഴ്സ് ആണ് നമുക്ക് വരുന്നത്. മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് LED ലൈറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇത് താത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണുന്ന പോലെ തന്നെ SOS ബട്ടൺ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ഇലിമിനേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഡ്രൈവർ സൈഡ് ആണെങ്കിലും പാസഞ്ചർ സൈഡ് ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് മിറേഴ്സ് വരുന്നുണ്ട്. സൺവൈസറിൽ 2 സൈഡിലും വരുന്നുണ്ട്, പാസഞ്ചർ സൈഡിലും നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സൺവൈസറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ എക്സ്റ്റൻഷൻ ഒക്കെ കൊടുത്ത് വളരെ നൈസായിട്ട് തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മേളിൽ മൈക്ക് വരുന്നുണ്ട്. ഞാൻ അതുപോലെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് വരുമ്പോഴത്തേനും നമുക്ക് മിസ്സിംഗ് ആയിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺറൂഫ് മാത്രമേ ഉള്ളൂ. സൺറൂഫ് നമുക്ക് ഞാൻ ആ പറഞ്ഞ പോലെ ആ 2000 രൂപേന്റെ പാക്കേജ് എടുക്കുവാണെങ്കിൽ നമുക്ക് സൺറൂഫ് ഉള്ള ആ ഒരു വേർഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ബാക്കിൽ പോയിട്ട് ബാക്കിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഡീസെന്റ് ആയിട്ടുള്ള സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഭയങ്കരമായ സ്പേസ് ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഇതൊരു ലോങ് സെഡാൻ ഒന്നും അല്ല, നമുക്ക് നോർമൽ സെഡാൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ലെഗ് റൂം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഡീസെന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഹെഡ് റൂം ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ ബാക്കിൽ നമുക്ക് ഒരു സൈഡ് ഡോർ പാഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ആ വിൻഡോ റോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഒരു 1/2 ലിറ്ററിന്റെ ബോട്ടിലൊക്കെ വെക്കാൻ വരുന്ന ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. സ്പീക്കേഴ്സ് താഴെ വരുന്നുണ്ട്. നടുക്കോട്ട് വരുമ്പോഴത്തേന് AC ബെൻസോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ 2 USB Type Cന്റെ ചാർജിങ് പോർട്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് ഒരു കോട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഹുക്ക് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ലൈറ്റ്സ് വരുന്നുണ്ട്. LED ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പുറത്തേക്കൊക്കെ വരുവാണെങ്കിലും സെയിം ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ സീറ്റ്സ് ഒക്കെ വരുന്നത് ക്ലോത്ത് ആയിട്ടുള്ള ഒരു സീറ്റ് ആണ് വരുന്നത്. ബ്ലാക്കിന്റെ ഒരു ഫിനിഷിൽ വരുന്ന ഒരു ക്ലോത്ത് സീറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് വരുന്നത്. ഒരു ഡ്രൈവ് പോയിട്ട് വരാം. എന്തായാലും ഇത് 1.8 ലിറ്ററിന്റെ ഒരു ഹൈബ്രിഡ് എഞ്ചിനാണ്. സുഖമായിട്ട് നമുക്ക് ഇതേപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ സ്നോയിൽ കൂടെ ഒക്കെ എടുത്തോണ്ട് പോകാൻ പറ്റും. ഹൈബ്രിഡ് അസിസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പവറിനൊന്നും വലിയ കുഴപ്പമൊന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. ഞാൻ നിങ്ങളെ ചെറിയൊരു ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇതിങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ടൊയോട്ടേന്റെ കൊറോളേന്റെ LE ഹൈബ്രിഡ്. ഫ്യൂച്ചർ പ്രൂഫ് ആണ്. ഫ്യൂച്ചർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റേറ്റിന് നമുക്കിത് എന്താ പറയാ വിൽക്കാനും പറ്റും. ഫാമിലിക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ടും വളരെ എന്താ പറയാ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് നമ്മളിപ്പോ ഈ വണ്ടി ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കിയ സ്ട്രാറ്റ്ഫോർഡിലാണ്. നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്ത് നോക്കുക. നല്ലൊരു ഡീലിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. നല്ലൊരു ഡീൽ എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഈ നല്ല ഡീൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന് എന്തായാലും, ഞാൻ എത്രയാണ് അതിന്റെ കാര്യങ്ങൾ കൂടുതലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഇവർ ചെയ്തു തരുന്നതായിരിക്കും എന്ന് ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ വണ്ടി കിടപ്പുണ്ട്. ഞാൻ ഷ്യാമിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും അല്ലെങ്കിൽ നിങ്ങൾ DM ചെയ്താലും മതി, ഞാൻ അവരായിട്ട് കണക്ട് ചെയ്ത് തരാം. 1.8 ലിറ്ററിന്റെ നമുക്ക് എഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റിലയബിൾ ആണ്. അതിനകത്ത് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇതിട്ട് ഓടിച്ച് കളിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ പാർക്കിംഗ് ഒക്കെ ആണെങ്കിലും 360 ഡിഗ്രി ക്യാമറ ഇല്ലെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്യാമറ കൊണ്ട് തന്നെ നമുക്ക് വളരെ ഇതിന്റെ ക്ലാരിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. താങ്ക്